ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആർ രവികുമാർ സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, രാഹുൽ പ്രീത് സിംഗ്, യോഗി ബാബു തുടങ്ങിയവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അയലാൻ. സോ ഏലിയൻ എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഏലിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു സംശയമായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമായില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാൻ കുഴപ്പമില്ലാന്ന് തോന്നി. അവസാനമൊക്കെ എത്തിയപ്പോൾ ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നി. സോ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഏലിയനെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ഏലിയൻ ഭൂമിയിലോട്ട് വരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. നായകനും കൂട്ടരും ഒക്കെ ചേർന്ന് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുന്നു. തിരിച്ച് വീണ്ടും ഏലിയൻ്റെ ഗ്രഹത്തിലോട്ട് യാത്ര ചെയ്യുന്നു. ഇതാണ് സിനിമയുടെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള അതിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് VFX ആണ്. കാരണം VFX വളരെ മികച്ചതായിട്ട് അനുഭവപ്പെട്ടു. എസ്പെഷ്യലി ഈ ടാറ്റു എന്ന് പറയുന്ന ഈ ഒരു ഏരിയനെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ എക്സ്പ്രഷൻസ്, അതിൻ്റെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അതിന് ശബ്ദം കൊടുത്തിട്ടുള്ളത് സിദ്ധാർത്ഥ് എന്നുള്ളതാണ് മനസ്സിലായിട്ടത്. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സിദ്ധാർത്ഥിൻ്റെ ശബ്ദമാണെന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് തന്നെ ആ ഒരു ഏലിയനെ കാര്യങ്ങൾ കാണിച്ചതൊക്കെ സൂപ്പറായിട്ടുണ്ട്. എസ്പെഷ്യലി കുറച്ച് മൃഗങ്ങളെ കാണിക്കുന്ന കുറച്ച് സീനുകൾ, കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ കാണിക്കുന്ന കുറച്ച് സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. അതും വളരെ നീറ്റായിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ VFX ചെയ്തത് തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. സ്പേസ് ഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് വരുന്ന വർക്കൗട്ട് ആവാത്ത കുറേ കോമഡികൾ കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും നമ്മളെ തൃപ്തിപ്പെടുത്താൻ അപ്പുറത്തേക്കായിട്ടൊരുമാതിരി അരോചകമൊക്കെ ആയിട്ടാണ് യോഗി ബാബുവിൻ്റെ കോമഡികളും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടായിരിക്കാം അത്തരം കോമഡികൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. സിനിമ അങ്ങനെ പോകുന്നതിനോടൊപ്പം തന്നെ സിനിമയുടെ അവസാനത്തോട്ട് എത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ VFX ഒക്കെ ഭംഗിയായിട്ടുണ്ടെങ്കിൽ പോലും ദഹിക്കാത്ത തരത്തിലുള്ള ഇല്ലോജിക്കൽ സീൻസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അത്ര നേരം നല്ല രീതിയിൽ പോയിട്ട് ലോജിക്കിലേക്കായിട്ട് പോയിട്ട് അവസാനമായിട്ട് ഇല്ലോജിക്കലായ പോലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. പിന്നെ പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശിവകാർത്തികേയൻ്റെ യൂഷ്വലായിട്ടുള്ള ഒരു ശിവകാർത്തികേയൻ റോള് തന്നെയാണ് ഇതിൽ ചെയ്തു വെച്ചത്. കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ശിവകാർത്തികേയൻ എന്താണോ അത് തന്നെയാണ് ചെയ്തതെന്നുള്ളതാണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നായികയ്ക്ക് വേണ്ടി രാഹുൽ പ്രീത് സിംഗ് അവിടെ ഉണ്ട് എന്നതിനപ്പുറത്തേക്കായിട്ടും രാഹുൽ പ്രീത് സിംഗിനൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. യോഗി ബാബുവും കൂട്ടരും കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ അനാവശ്യമായിട്ടുള്ള കോമഡികൾ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള സീനുകളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. യൂഷ്വലായിട്ടുള്ളൊരു യോഗി ബാബുവിൻ്റെ ഒരു കൗണ്ടറോ കോമഡികളൊന്നും തന്നെ വർക്കാവാത്ത പോലെയാണ്. സത്യത്തിൽ ഒരു അരോചകം പോലെയായിരുന്നു അത്തരം സീനുകൾ കാര്യങ്ങൾ. ചില സമയത്ത് ചിലതൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയിരുന്നെങ്കിൽ പോലും കൂടുതൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് അത്തരം വർക്കൗട്ട് ആവാത്ത കോമഡികളും കാര്യങ്ങളായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ ആണെന്നാണ്. കാരണം ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചു ഇത് AR റഹ്മാൻ്റെ പടം തന്നെയാണോ എന്നുള്ളത്. കാരണം ഇതിലെ സോങ്സ് ആണെങ്കിലും ശരി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, ഒരു തരത്തിലും AR റഹ്മാൻ്റെ ഏഴെഴുത്തോടെ പോയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയോ കുറേ ബീറ്റിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു മാതിരി പോലെയാണ് തോന്നിയത്. പിന്നെ ആർ രവികുമാർ എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഇൻ്റർനെറ്റ് നാളെ എന്ന് പറഞ്ഞ സിനിമ കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടായിരുന്നു. ഈ സിനിമയും കൊള്ളായിരുന്നു. പക്ഷേ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് കുട്ടികളായി പോയെന്ന് മാത്രം. മുതിർന്ന അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് മാറിയെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്നുള്ളൊരു സിനിമ. അനാവശ്യമായിട്ടുള്ള കോമഡികളും കുറച്ച് ലോജിക്കൽ സീൻസും കട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു നീറ്റ് സിനിമയായിട്ട് തന്നെ പറയാമായിരുന്നു. സോ കണ്ടിരിക്കാം കുഴപ്പമില്ലാത്ത ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ അതൊരു തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്നുള്ളൊരു അത്രയും ഗംഭീര സ്കൈഫൈ ഫിലിംസ് ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. എനിക്കൊരു തരത്തിലും ഒരു സീനും ഒന്നും വാവ് ഫാക്ടർ കൊടുന്നില്ല എന്നുള്ളതും കൂടി ഞാൻ സിനിമയെ പറ്റി ഞാൻ പറയുന്നു. ആകെ കൊള്ളാവുന്നത് VFX മാത്രമാണെന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.